ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടില്ല നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഈ 6 സെമസ്റ്ററിലെ പേപ്പേഴ്സും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ വീഡിയോ കാണാത്തവർ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ അതായത് നാലാമത്തെ ഇയർ, ഓക്കെ, 4th ഇയറും എടുക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഡിഗ്രിയിൽ 4th ഇയറും എടുക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 4th ഇയറിൽ വരുന്നത് 7th സെമസ്റ്ററും 8th സെമസ്റ്ററും ആണ്. ഓക്കെ, അപ്പോൾ 7th സെമസ്റ്ററും 8th സെമസ്റ്ററിലും ഏതൊക്കെ പേപ്പേഴ്സ് ആണെന്ന് വരുന്ന ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരും അടിച്ചിരിക്കേണ്ട, സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് 3 ഇയർ അല്ലാതെ 4 ഇയർ ഡിഗ്രിയും, അതായത് 1 ഇയറും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 4 ഇയർ ഡിഗ്രി എടുക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എത്ര ക്രെഡിറ്റ് ആണ് നമ്മൾ 3 ഇയറിലായിട്ട് നമ്മൾ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ടോ, എത്ര ക്രെഡിറ്റിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്, പിന്നെ എത്ര മാർക്കാണ് വേണ്ടത്, അസൈൻമെന്റിന് എത്ര മാർക്കാണ് വേണ്ടത്, തിയറിക്ക് എത്ര മാർക്കാണ് വേണ്ടത്, എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈവൻ പേപ്പേഴ്സും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ അതൊന്നും കാണാത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ, ആ വീഡിയോ കാണാത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, എങ്ങനെയാണ് അഡ്മിഷൻ പ്രോസസ്സ് എന്നും രജിസ്ട്രേഷൻ ടൈമിലും അഡ്മിഷൻ ടൈമിൽ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് വേണ്ടതെന്നൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതൊക്കെ കാണാത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്യുക. അതിനകത്ത് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത്, നമ്മളിപ്പോൾ 3 ഇയർ ഡിഗ്രി അല്ലാതെ കുറേ സ്റ്റുഡൻസ് ഹയർ സ്റ്റഡീസിന് ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഒക്കെ ആയിരിക്കും ഈ 4 ഇയർ ഡിഗ്രി എടുക്കുന്നത്. അല്ല, ജസ്റ്റ് ഒരു ഡിഗ്രി ഹോൾഡർ ആവണം എന്നുള്ളവരാണ് 3 ഇയർ ഡിഗ്രി എടുക്കുന്നത്. എല്ലാവരൊക്കെ 4 ഇയർ ഡിഗ്രി ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ 7th സെമസ്റ്ററിലും 8th സെമസ്റ്ററിലും, ഓക്കെ, നമ്മൾ 4 ഇയറിൽ നമുക്ക് ലാസ്റ്റ് വരുന്ന സെമസ്റ്ററാണ് 7th സെമസ്റ്ററും 8th സെമസ്റ്ററും. ഓക്കെ, നമുക്ക് 3 ഇയർ ആണെന്നുണ്ടെങ്കിൽ 6 സെമസ്റ്ററേ വരുള്ളൂ. ഇപ്പോൾ 4 ഇയർ ആയതുകൊണ്ട് നമുക്ക് 2 സെമസ്റ്ററും കൂടി എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അതിൽ ഈ 7th സെമസ്റ്ററിൽ നമുക്ക് ഏതൊക്കെ പേപ്പേഴ്സ് ആണ് വരുന്നതെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 7th സെമസ്റ്ററിൽ ഫസ്റ്റ് പേപ്പർ വരുന്നത് അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സാണ് നമുക്ക് ഫസ്റ്റ് പേപ്പർ വരുന്നത് കേട്ടോ. അതിനകത്ത് തന്നെ സയൻസ് ടെക്നോളജി ആൻഡ് സൊസൈറ്റി വരുന്നുണ്ട്. ഈ അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സിൽ 2 പേപ്പറാണ് വരുന്നത്. 2 അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സാണ് വരുന്നത്. 2 പേപ്പർ വരുന്നുണ്ട്. അതിൽ തന്നെ ഒന്ന് സയൻസ് ടെക്നോളജി ആൻഡ് സൊസൈറ്റി ആണ് വരുന്നത്. രണ്ടാമത്തെ ആണ് ജെൻഡർ സ്റ്റഡീസ് കേട്ടോ. ഓക്കെ, അങ്ങനെ 2 പേപ്പേഴ്സാണ് വരുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേപ്പർ വരുന്നത് ഇന്റേൺഷിപ്പാണ് നമുക്ക് നെക്സ്റ്റ് പേപ്പർ വരുന്നത്. അതിൽ തന്നെ 2 പേപ്പർ ഉണ്ട്, ഇന്റേൺഷിപ്പും ഉണ്ട്, പ്രൊജക്റ്റും ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. ചില സ്റ്റുഡൻസ് ഇന്റേൺഷിപ്പ് ചൂസ് ചെയ്യും, ചില സ്റ്റുഡൻസ് പ്രൊജക്റ്റ് ചൂസ് ചെയ്യും. ഓക്കെ, അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടും പഠിക്കാൻ താല്പര്യമുള്ളതുമാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ഇന്റേൺഷിപ്പും ഉണ്ട്, പ്രൊജക്റ്റും ഉണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ പേപ്പർ വരുന്നത് ഫൗണ്ടേഷണൽ സ്കിൽ ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് ആണ്. അത് തന്നെയാണ് പേപ്പറായിട്ടും വരുന്നത് കേട്ടോ. കോഴ്സ് നെയിം വരുന്നത് ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് ആണ് നമുക്ക് വരുന്നത് കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇത്രയും പേപ്പേഴ്സാണ് വരുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് 4 പേപ്പേഴ്സാണ് വരുന്നത്. ഓക്കെ, അതിനകത്ത് തന്നെ ഒന്ന് മാത്രമേ നമുക്ക് ഓപ്ഷണൽ ആയിട്ട് വരുന്നുള്ളൂ, അതായത് ഇന്റേൺഷിപ്പിൽ 2 പേപ്പേഴ്സ്. അതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ 4 പേപ്പേഴ്സും നിങ്ങൾ എടുക്കേണ്ടതാണ് കേട്ടോ, നിർബന്ധമായിട്ട് എടുക്കേണ്ടതാണ്. ഇതാണ് 7th സെമസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അടുത്തതായിട്ട് നമുക്ക് 8th സെമസ്റ്ററിലാണ് കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ BA സോഷ്യോളജിയുടെ ആണ് കേട്ടോ. BA സോഷ്യോളജി എടുത്ത സ്റ്റുഡൻസിൻ്റെ പേപ്പേഴ്സാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണ് കേട്ടോ. 7th സെമസ്റ്റർ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തു. നമുക്ക് 8th സെമസ്റ്റർ നോക്കാം. 8th സെമസ്റ്ററിൽ അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സാണ് വരുന്നത് ഫസ്റ്റ് തന്നെ കേട്ടോ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കോഴ്സ് വരുന്നത്. അതിൽ തന്നെ സോഷ്യോളജി ഓഫ് ഡെവലപ്മെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് എക്സ്പീരിയൻസ്, അതായത് ഇതാണ് നമുക്ക് ഫസ്റ്റ് പേപ്പർ വരുന്നത്. അതായത് അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സിൽ ഫസ്റ്റ് പേപ്പർ വരുന്നത്. ഓക്കെ, സെക്കൻഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ റിസർച്ച് മെത്തേഡ്സ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സാണ് നമുക്ക് സെക്കൻഡ് മെത്തേഡ് വരുന്നത് കേട്ടോ. അതിൽ തന്നെ റിസർച്ച് മെത്തേഡ് സൊസൈറ്റീനെ കുറിച്ചും, ഇതിപ്പോൾ സോഷ്യോളജി ആയതുകൊണ്ടാണ്. ഓക്കെ, റിസർച്ച് മെത്തേഡ്സ് ഇൻ സൊസൈറ്റീനെ കുറിച്ചും സൊസൈറ്റി ആൻഡ് എഡ്യൂക്കേഷൻ, ഇങ്ങനെ 2 പേപ്പേഴ്സ് ഉണ്ട്. ആ 2 പേപ്പേഴ്സിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. മൂന്നാമത്തേതാണ് അഡീഷണൽ അഡ്വാൻസ്ഡ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സാണ് നമുക്കത് വരുന്നത്. അതിലും 2 പേപ്പേഴ്സ് ഉണ്ട്. ആ 2 പേപ്പേഴ്സ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും, അതായത് അഡീഷണൽ അഡ്വാൻസ്ഡ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ്, ഇതിൽ നമുക്ക് 2 പേപ്പേഴ്സ് വരുന്നുണ്ട്. ഈ അഡ്വാൻസിൽ തന്നെ 2 പേപ്പേഴ്സാണ് വരുന്നത്. ഈ 2 പേപ്പേഴ്സാണ് വരുന്നത്. നമ്മൾ 7th സെമസ്റ്ററിൽ നമുക്ക് 2 പേപ്പേഴ്സ് വരുന്നത് അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആയിരുന്നു. ഇതിൽ നമുക്ക് 2 പേപ്പേഴ്സ് വരുന്നത് അഡീഷണൽ അഡ്വാൻസ്ഡ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സാണ് നമുക്ക് ഇതിൽ, അതായത് 2 പേപ്പേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ്. ഇത് ഒരു സോഷ്യോളജിയുടെ മാത്രമാണ് കേട്ടോ. നമുക്ക് സോഷ്യോളജിയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ സോഷ്യോളജി എടുത്ത സ്റ്റുഡൻസിന് ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് പേപ്പേഴ്സ് വരുന്നത്. ഓക്കെ, അതായത് പ്രൊജക്റ്റ് വർക്കൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് നമുക്ക് അതിനകത്ത് ഉള്ളത്, അതായത് 7th സെമസ്റ്ററിലും 8th സെമസ്റ്ററിലും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് വരുന്നത് പേപ്പേഴ്സും കാര്യങ്ങളും. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, കൂടുതലായിട്ടും നമുക്ക് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് 7th-ലും 8th-ലും വരുന്നത്. ഇൻട്രസ്റ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന പേപ്പേഴ്സ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹയർ സ്റ്റഡീസൊക്കെ ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസ് കൂടുതൽ ചൂസ് ചെയ്യുന്നതും 4 വർഷത്തെ ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സീറ്റ് ഓൾമോസ്റ്റ് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.